ഗൈസ്, അപ്പോൾ നമ്മൾ നാളത്തെ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ലഗേജൊക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പം ഇരുന്നിട്ടും കാര്യം ഇരിക്കും, ഇനിയും വെക്കാനുണ്ട് കുറച്ചുകൂടി. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പം 2 മണിയായി, ഒരു 1:30ഒക്കെ കഴിഞ്ഞ് 2 മണിയാവാറായി. ഞാനും ഇതെൻ്റെ അച്ഛനാണ്. അച്ഛൻ പ്രത്യേകം പറയാൻ പറയുന്നത്, കാരണം അച്ഛനെ കണ്ട് ചേട്ടനായിട്ടൊക്കെ തോന്നുന്നതുകൊണ്ടാണ് പറയാൻ പറയുന്നത്. ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ. എൻ്റെ അച്ഛൻ ദയായിരിക്കുന്നത് ചേച്ചിയല്ല, അമ്മയാണ്. അനിയത്തിയല്ല, അമ്മയാണ്. ഇതെന്റെ അനിയത്തി. അറിയാലോ. പിന്നീട് നമ്മൾ പോവുകയാണ് ഗൈസ്, ഞങ്ങൾ സ്റ്റേറ്റിൽ പോവുകയാണ്. ഞാൻ കേരളത്തിന് മത്സരിക്കുന്നു. ചേച്ചി കുച്ചിപ്പിടിയും കേരളനും ഉണ്ട്. ഈ സാധനം 2 എണ്ണത്തിന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ വേദി 1-ന്റെ സൈഡിലാണ്. ഞങ്ങൾ വേദി 1-ന്റെ അകത്ത് കയറി. പക്ഷെ ഉഗ്രം തിരക്ക്. നമുക്ക് ഫോണിൽ പിടിച്ച് വീഡിയോ അടക്കാൻ പോലും സ്ഥലമില്ല. ഇതാണ് ഞാനിപ്പോൾ പഠിച്ച നല്ല ലൈറ്റ് സെറ്റിംഗ്, നല്ല രസമാണ് ഇപ്പോൾ നടന്നു പോകാനൊക്കെ. വേദി 1-ന്റെ സൈഡ് ഭാഗമാണ് ഇതൊക്കെ. അതിനായിട്ട് മറ്റേ പൊതുജനങ്ങൾക്ക് വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി നാടൻപാടി നടക്കുന്നുണ്ട്. ഉഗ്രനാണ്, ഒന്നും പറയാനില്ല. സ്റ്റേജ് ഭയങ്കര തിരക്ക്. വേദി 1-ന് ഉഗ്രം തിരക്ക്, നടക്കാൻ ബസ്സല്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇടയ്ക്ക് വീഡിയോ പിടിച്ചാണ്, പക്ഷെ പറ്റുന്നില്ല. ഭയങ്കര തിരക്കാണ്, ഭയങ്കര പൊടിയും. പിന്നെ ഞങ്ങളിങ്ങനെ എനിക്ക് നാളെ കയറേണ്ടതല്ല, സ്റ്റേജിൽ കയറേണ്ടതായതുകൊണ്ട് അതിൽ തന്നെ നിന്നില്ല. പൊടിയൊക്കെയാണ് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പോകുന്നു. പക്ഷേ ഈ വ്യൂ ഞാൻ വീഡിയോ ക്ലിപ്പിൽ ആഡ് ചെയ്യാൻ കേട്ടോ. എന്ത് രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഒക്കെ നമ്മളോട് റൂമിലാണ്. ഗൈസ് റൂമല്ല, ഒരു വീട് പോലെ റൂം. അവിടെ ഇവിടെ ഒരു ഡൈനിങ് ഹാളുണ്ട്. അവിടെ ഒരു എക്സാം വേണ്ടി ചേച്ചി വന്നില്ല. ഇതുണ്ടോ ഇച്ചിരി കൂടി ഞങ്ങളുടെ ചേച്ചിക്ക് എക്സാം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചേച്ചി വന്നില്ല. അതെ, ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. നല്ല ബോറായ. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ ചളിയൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. അതൊന്നുമില്ലല്ലേ, ഒരു ബാൽക്കണി. ചേച്ചിമാരുടെ കുറച്ച് ചളിയും ഇവിടെ റൊമാൻറ്റിക് മൂഡാണ് ഈ ബാൽക്കണിയിൽ. നല്ല കൊതുകിൻ്റെ റൊമാൻറ്റിക്. കൊതുകില്ല, ഞാൻ ചുമ്മാ പോയിക്കേണ്ടി ചളി അടിക്കാൻ വേണ്ടി കൊതുക് എന്ന് പറഞ്ഞാൽ. അപ്പം നാളെയാണ് ഞങ്ങൾ 2 പേരെ മത്സരത്തിൽ. എൻ്റെ മത്സരത്തിൻ്റെ വേദി അങ്ങോട്ട് പോകും. ഇരുട്ടായിട്ടൊന്നും കാണുന്നില്ല. അവിടെയാണ് അവിടെയാണ് എൻ്റെ പേര് 5 മൈതാനത്താണ്. മറ്റേ കൊല്ലത്തിലൊക്കെ കുട്ടികളെ ഒരു കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടിട്ടില്ലേ, ഒരു മൈതാനത്തെ കൊണ്ടിട്ടില്ലേ, ആശ്രമ മൈതാനം. അവിടെ ഉണ്ട്, മെയിൻ സ്റ്റേജിലുണ്ട്. ഇവിടെ ഒരു കല്യാണ മണ്ഡപം, ഓഡിറ്റോറിയം, കല്യാണ മണ്ഡപത്തിലാണ്. അപ്പം നമുക്ക് നാളെ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. നാളെ രാവിലെ എഴുന്നേക്കണം. എനിക്ക് ആലോചിക്കുമ്പോൾ നാളെ രാവിലെ ഒരുക്കണം. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോയി. ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് കിടക്കട്ടെ. ഗസ്റ്റ് നടക്കണം. മത്സരം കഴിഞ്ഞു. ചേച്ചിക്ക് എ ഗ്രേഡ് ഉണ്ട് ഗൈസ്. നോക്കിയില്ല, ലിറ്റില്ല. നല്ലതായിട്ട് വേദനിക്കുന്നുണ്ട് എനിക്ക്. ചേച്ചിക്കും അതെ, അത് വേദനിച്ചിട്ട് ശരിക്കും ഞങ്ങൾ കുറേ സ്ഥലത്ത് കയറി, കുറേ ഫോട്ടോസ് എടുത്ത്, കുറേ പേര് ഫോട്ടോ എടുത്തിട്ട് പോയി. അതുകൊണ്ട് കുറേ സമയം എടുത്തു. പിന്നെ വീടിൻ്റെ കാര്യമൊന്നും പറയണ്ട ഗൈസ്, ഫുൾ ഓട്ടമായിരുന്നു. പിടിക്കാൻ പറ്റില്ല. എല്ലാം ചാനലിൽ എന്നിട്ട് അശോകത്തിന് ഓടുമായിരുന്നു. ലേറ്റ് ബ്ലോക്ക് വെക്കില്ല, നമുക്ക് ഓടുന്നുണ്ട്. അതൊന്നും പിടിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ കാണാൻ പറ്റി, അത് ഞങ്ങൾ അങ്ങോട്ട് ഓടി. തേഞ്ഞിരിക്കില്ല, തല മുഴുവൻ എനിക്ക് എൻ്റെ റിസൾട്ട് വന്നില്ല. എനിക്ക് തലയൊക്കെ പെരുത്തിരിക്കും, എനിക്ക് വേദനയ്ക്ക് ശരിക്കും. ഇവിടെ ഭയങ്കര ബ്ലോക്കുമാണ് കാണിച്ചത്. അത് കണ്ട ഇവിടെ മുഴുവനും ബ്ലോക്കുമാണ്. എനിക്ക് അറിയത്തില്ല ഇനിയിപ്പോൾ എന്താ സംഭവം. അപ്പോൾ നമ്മൾ പൈസ എടുത്തതാണ്. നേരെ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് റീലൊക്കെ പിടിക്കണമെന്നുണ്ട്. അത് നടക്കുമോന്ന് അറിയത്തില്ലല്ലേ ചേച്ചി? അങ്ങനെ
ഞങ്ങളങ്ങനെ റൂമിലേക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ അഴിക്കണം. ഇത് ശരി ഹലോ. അപ്പോൾ ഞാനാണെങ്കിൽ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റാണ്. ഞാൻ ഇന്നലെ ലേറ്റായിട്ട് നടന്നത്, കാരണം എനിക്ക് ഇന്ന് പരിപാടിയില്ല. ഇനി ചേച്ചിക്കാണ് പരിപാടി. ഞാനാണെങ്കിൽ ഞങ്ങൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ആകെ ടയേർഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് 9:30 പിന്നെ കഴിച്ച് ഭയങ്കര വേറൊന്നൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ തന്നെ കിടക്കുമായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഇന്ന് പരിപാടിയുണ്ട്, കേരളത്തിൽ പരിപാടിയുണ്ട്. ഇപ്പോൾ ചേച്ചി ഒരുങ്ങുവാണ്. അടിച്ചുതരാം. ഇന്ന് ഇവിടെ നിന്ന് റൂമിൽ നിന്ന് മാറും. അപ്പോൾ ഞങ്ങളെല്ലാം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ എടുക്കാൻ മറക്കുമെന്ന് ഇനി അറിയത്തില്ല. അപ്പോൾ അതെ, ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചേച്ചിക്ക് കേരളത്തിൽ ചേച്ചിയുടെ കാവ് നല്ലതായിട്ട് വേദനിക്കുന്നുണ്ട്. പാവം ചേച്ചി. ഞങ്ങളിപ്പോൾ ആശ്രമ മൈതാനത്ത് ഇവിടെ ഫുള്ളും മഴ പെയ്തുകൊണ്ട് വെള്ളം ഉണ്ടോ, ഫുള്ളും വെള്ളമാണ്. ഇവിടെ കാർ ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആശ്രമ മൈതാനത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ചേച്ചി നല്ലതായിട്ട് മടുത്തിട്ടുമുണ്ട്. ഇതാണ് അവസ്ഥ. ഇതിലൊക്കെ നടക്കണം. എൻ്റെ ആണെങ്കിൽ ഒരു വെള്ള ഷൂവും കൂടി. ഞാൻ എങ്ങനെ നടക്കുമെന്ന്. അയ്യോ, പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. ഒരു കടയിൽ കയറി കഴിച്ചു. കടയിലൊന്നും ഇല്ലായിരുന്നു. പത്തിരി പൊറോട്ട ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സമയം ഏതാണ്ട് 12 മണിയായി. ഞങ്ങളിത് ആലപ്പുഴ എത്ര ഉണ്ട് ചെപ്പി? റൂം എടുക്കണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് റൂം എടുത്തിട്ട് കറങ്ങാൻ കാണാൻ നിൽക്കാൻ സമയം ഉണ്ടാകത്തില്ല. അപ്പം അത് മാത്രമല്ല, നാളെ കഴിഞ്ഞ് സ്കൂളിൽ പോകണം. അപ്പം ഇന്ന് റൂം എടുത്ത് കിടന്നാൽ നാളെ ഉച്ചയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. അപ്പോൾ ഉച്ച വീട്ടിൽ വരുമ്പോൾ 4 മണിയാവും. പിന്നെ 4 മണി കഴിഞ്ഞ് പിന്നെ എഴുതാനൊന്നും മൂടൊന്നും കാണില്ല. ക്ഷീണമായിരിക്കും ഫുള്ള്. പിറ്റേ സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പം ഇന്ന് പോവുകയാണെങ്കിൽ ഇന്ന് ഉച്ചരെ കിടന്നു തുടങ്ങിയിട്ട് ഉച്ച കഴിഞ്ഞ് നേരെ വീട്ടിലാണല്ലോ. വീട്ടിലാണല്ലോ എഴുന്നേക്കണേ. അപ്പം വെറുതെ വീട്ടിൽ റെസ്റ്റെങ്കിലും എടുക്കാമല്ലോ. ക്ഷീണം കാണില്ല. പിറ്റേ സ്കൂളിൽ പോകാനെങ്കിലും ക്ഷീണം കാണില്ല. അതുകൊണ്ട് അങ്ങനെ ഞാനിവിടെ ഉണ്ട്. ഇരുട്ടായിട്ട് കാണത്തില്ല. എന്റെ പല്ല് മാത്രം കാണും. അപ്പം ഞങ്ങളുടെ സ്റ്റേറ്റ് കലോത്സവം കഴിയുകയാണ്. എനിക്ക് ഗ്രേഡ് 2 ഗ്രേഡ്, കുഞ്ഞുട്ടി ഗ്രേഡ്. എൻ്റെ പേര് തീർത്ഥ പ്രകാശ്. അവിടെ ഒരു പ്രാർത്ഥന പ്രകാശ്. ഡ്രൈവർ പ്രകാശ്. അച്ഛക്ക് ഭയങ്കര വിഷമം. ഞങ്ങൾ ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ തീർത്താന്ന് പറഞ്ഞോളൂ. അതിന് അച്ഛക്ക് ഭയങ്കര വിഷമം. ഞാനത് ഫുൾ പുറകിൽ അമ്മച്ചി ഇരിപ്പുണ്ട്. അമ്മ ഇന്ന് രാവിലെ കരഞ്ഞു. എന്തിനാ അമ്മ കരഞ്ഞത്? ചുമ്മാ എന്തിനാ പറ, ഇങ്ങോട്ട് വരാ. പറഞ്ഞേ എന്നാ കരഞ്ഞേ? അമ്മ ഉറങ്ങുക. പക്ഷെ അമ്മ പറഞ്ഞ കരഞ്ഞെന്താ പറയാ? സ്പേസ് ഞങ്ങളിട്ട് കളിയാക്കിയതാ. അമ്മ കരഞ്ഞു. എന്താ നിക്കണേ? രാവിലെ ന്യൂസ് റിപ്പോർട്ട് കണ്ടപ്പോഴേക്കും അമ്മ കരഞ്ഞു. ഏത് കൊച്ച്? കുഞ്ഞു. ഏത് കുഞ്ഞുട്ടി? എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനാണോ കുഞ്ഞുനി? അങ്ങനെ ഞാൻ കഴിഞ്ഞതാണ്. എനിക്ക് പോകാൻ പറ്റാത്ത വിഷമം ദൈവം അതുപോലെ തന്നെ മൊത്തത്തിൽ കാണിച്ചു. ചേച്ചിയുടെ വിഷമമായിട്ടാണ് കാണിച്ചത്. എവിടെ ചേച്ചിക്ക് വല്ലതുണ്ടോ? ചേച്ചി അവിടെ വരച്ചിരിക്കുക കളിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ട് വരട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ പോവാമേ, നമുക്ക് എങ്ങനെയും കാണാൻ പറ്റുവാണെങ്കിൽ ലാസ്റ്റ് 2 മിനിറ്റ് കാണാൻ പോകാന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു തരേണ്ടത് ഞാൻ കാണുന്ന കാര്യം അവളെ ഓർക്കുക.
ശുഭം ഭൗതികം കാത് അമ്മ കീറുമില്ല കാത് അവൻ്റെ കാതൊക്കെ കീറി അയ്യോ എൻ്റെ കാത് ഊരി കൂടെ ഊരുന്നേ സൂക്ഷിച്ചൊരു എന്താ ഇതൊന്നും അനുഭവിക്കേണ്ടതാണ് നമ്മുടെ മോഹം